2022 ഭിന്നശേഷിക്കാരിയായ ഈ പെൺകുട്ടി വയോധികന്റെ പീഡനത്തിന് ഇരയായി തുടങ്ങുന്നത്. ദിവസവും സ്കൂളിലേക്ക് പോയിരുന്നത് ഈ വയോധികന്റെ ഓട്ടോറിക്ഷയിലായിരുന്നു. പെൺകുട്ടിയെ സുരക്ഷിതമായി സ്കൂളിലെത്തിക്കുമെന്നായിരുന്നു വീട്ടുകാരുടെ വിശ്വാസം. പെൺകുട്ടിയുടെ ഉറ്റവർ ആ വിശ്വാസവഞ്ചന തിരിച്ചറിയാൻ ഒരുപാട് വൈകിയിരുന്നു. ഓട്ടോറിക്ഷയിൽ സ്കൂളിലേക്ക് കൊണ്ടുപോകും വഴി പലതവണ പീഡിപ്പിച്ചു, മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു. ഒരേയൊരു ഫോൺ കോളാണ് ഒടുവിലെങ്കിലും ആ പെൺകുട്ടിക്ക് രക്ഷയായി മാറിയത്. പ്രതിയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിൽ നിന്നും അബദ്ധത്തിൽ ഒരു ഫോൺ കോൾ പോയി. മറുതലക്കൽ ഫോൺ എടുത്തയാൾ അശ്ലീലമായ വാക്കുകൾ കേട്ടു. പെൺകുട്ടിയുടെ കരച്ചിലും കേട്ടു. സംഭവം അറിഞ്ഞയാൾ പെൺകുട്ടിയുടെ സ്കൂളിലെത്തി പ്രിൻസിപ്പലിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പോലീസിൽ വിവരമെത്തിയതോടെ പെൺകുട്ടിയുടെ മൊഴിയും രേഖപ്പെടുത്തി. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് ഇന്നലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നമ്മൾ പലപ്പോഴും വിശ്വസിച്ചേൽപ്പിക്കുന്ന കരങ്ങൾ അത്ര കണ്ട് ശുദ്ധമാകണമെന്നില്ല. പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ പാതിയായ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ തിരിച്ചും മറിച്ചും ആലോചനകൾ വേണം. അനീതികളോട് കൃത്യമായി പ്രതികരിക്കാൻ കഴിയണം. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.